ഐസ്ക്രീം കഴിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അതിൽ തന്നെ കോൺ ഐസ്ക്രീമിന് കുറച്ചൊന്ന് ഭംഗി കൂടുതലാണ്. അപ്പോൾ എന്താണ് ഈ കോൺ ഐസ്ക്രീമും നമ്മളുമായിട്ടുള്ള ബന്ധം എന്നുള്ളതാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് മാർക്കുകൾക്ക് ചോദിക്കുന്ന കോണിക് സെക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അപ്പോൾ അതിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ എല്ലാ എക്സാമുകൾക്കും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോണിക് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞു പോവുകയാണ്, ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുകയാണ്. യെസ്, അതിൽ തന്നെ എന്താണ് ഈ കോണിക് സെക്ഷൻ എന്നുള്ളതിനേക്കാണ് നമ്മൾ വരുന്നത്. ആദ്യം എന്താണ് ഈ കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യെസ്, കോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു 3D, നമുക്ക് ഒരു 3 ഡയമെൻഷണൽ വ്യൂ ഉള്ള അല്ലെങ്കിൽ നമുക്ക് ഒരു ഒബ്ജക്റ്റ് ആണ്. നിങ്ങൾ ഐസ്ക്രീം കഴിക്കുമ്പോഴൊക്കെ ആ കോണിലേക്ക് അല്ലേ നമ്മളവിടെ ഐസ്ക്രീമൊക്കെ കുറേ ആൾക്കാർ ഈ ഐസ്ക്രീം കഴിച്ചിട്ട് നോക്കി ആ ഒരു കോണ് ബാക്കി വരാൻ പാകത്തിലേക്ക് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു നോക്കി ആ രീതിയിലാണ് കഴിച്ചു പോകാറുള്ളത്. അപ്പോൾ അതിൽ ആ കോൺ എന്ന് പറയുന്ന ആളുടെ പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. യെസ്, നമുക്കൊരു എഞ്ചിനീയർ എന്ന രീതിയിൽ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു 3 പോർഷൻ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിലെ ഒന്നാമത്തതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നോക്കി ആ ഒരു ബേസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ഉണ്ടായിരിക്കും. യെസ്, അതുകൂടാതെ നോക്കിയ കൃത്യമായി തന്നെ ഒരു കർവ്ഡ് ആയിട്ടുള്ള സർഫേസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഏറ്റവും മുകളിലായിട്ട് ഹയസ്റ്റ് പോയിൻ്റ് ആയിട്ട് നിങ്ങൾക്കൊരു വെർട്ടെക്സ് എന്ന് പറയുന്ന ഒരു പോർഷനും കാണാൻ സാധിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് നമുക്ക് ഇവിടെ നിന്ന് കോണിക് സെക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ തന്നെ നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കുക. ഈ പറയുന്ന കോണിക് സെക്ഷനെ നമ്മളൊരു പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട് പല രീതിയിൽ കട്ട് ചെയ്യാൻ വേണ്ടി പോകുകയാണ്. പല രീതിയിൽ കട്ട് ചെയ്ത് ശേഷം നമുക്ക് അവിടെ കിട്ടുന്ന ഷേപ്പുകളെ കുറിച്ചാണ് കൂടുതലായിട്ടും എക്സാമിലേക്ക് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പലതരത്തിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ആ കട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് കൊണ്ട് പല ഷേപ്പുകൾ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ടാവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന ഈ ഒരു കോണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ നിന്ന് ഏറ്റവും കൂടുതൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്കൽ ടേമുകളാണ് ആദ്യം തന്നെ കോണുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതിന് മുന്നേ യെസ്, നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു കോണിനെ കട്ട് ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള ഷേപ്പുകൾ ഏതൊക്കെയാണ് എന്നത് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് നമുക്കൊരു പരാബോള വരുന്നു, ദെൻ ഒരു സർക്കിൾ വരുന്നു, എലിപ്സ് വരുന്നു, ഹൈപ്പർബോള വരുന്നു. ഇവിടെ ചെയ്ത കാര്യം ഇത്രയേ ഉള്ളൂ. നമ്മുടെ കയ്യിലുള്ള ആ കോണിനെ പല രീതിയിലേക്ക് നമ്മളൊരു പ്ലെയിൻ യൂസ് ചെയ്തുകൊണ്ട്, എന്താണ് ഈ പ്ലെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നിങ്ങൾ ആലോചിക്കാം, ലെങ്ത്തും അതുപോലെ തന്നെ ബ്രെഡ്ത്തും നോക്കിയാൽ ഒരു നീളവും വീതിയുമുള്ള തിക്നെസ് ഒന്നുമില്ലാത്ത ഒരു സർഫേസ് ആണ് സിംപിളി ഈ ഒരു പ്ലെയിൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു ഗ്ലാസ് നോക്കി ഒരു കൃത്യമായി തന്നെ എന്ത് പറയാം, ഒരു ഷീറ്റ് ഓഫ് പേപ്പർ എടുക്കുന്നു, അത് നോക്കിയാൽ ഒരു തിക്നെസ് ഇല്ല, ലെങ്ത്ത് ഉണ്ട്, ബ്രെഡ്ത്ത് ഉണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് പ്ലെയിൻ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ആ പ്ലെയിൻ എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ഈ കാണുന്ന കോണിനെ പല രീതിയിൽ കട്ട് ചെയ്യാണ്. അങ്ങനെ കട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കുന്നുണ്ടായിരിക്കും. അതിന് മുന്നേ ഈ കോൺ എന്ന് പറയുന്ന ആളെ നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ കുറച്ച് അധികം ആൾക്കാരെക്കുറിച്ച് അല്ലെങ്കിൽ കുറച്ചധികം ടേംസുകളെ കുറിച്ച് നമുക്ക് അവിടെ നിന്ന് എക്സാമിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പഠിച്ചെടുക്കാൻ, നമുക്ക് ക്ലിയർ ആക്കിയെടുക്കാം. അപ്പോൾ അതിലെ ആദ്യത്തെ ആളെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വെർട്ടെക്സ് എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരുപാട് തവണ ചോദിച്ചുള്ള കാര്യം കൂടിയാണ്. യെസ്, വെർട്ടെക്സ് അല്ലെങ്കിൽ നമുക്കതിന് മറ്റൊരു പേരുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ഓർത്തുന്നുള്ള അപ്പെക്സ് എന്ന് നമ്മൾ പറയും. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കിയേ, വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ അടുത്ത കിടക്കുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഓൾറെഡി കണ്ടിരുന്നു. അവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കോണ് നമ്മൾ നിർമ്മിക്കുന്നുണ്ടാവുക എന്നുള്ള കാര്യം നമുക്ക് ആദ്യമേ ഒന്ന് നോക്കാം. അപ്പോൾ ഈ കാണുന്ന നോക്കിയേ, ഇവിടെയുള്ള ഈ ജനറേറ്റർ എന്ന് പറയുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ബേസ് സർക്കിൾ നോക്കുക. ആ ബേസ് സർക്കിളിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോർഷൻ തൊട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, മുകളിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ പ്ലോട്ട് ചെയ്തു. ക്ലിയർ? ദെൻ ആ ലൈന് നമ്മൾ എന്ത് ചെയ്യാണ്, യെസ്, ആ ലൈൻ യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ നോക്കി ആ ഒരു കോൺ നോക്കി ഈ പറയുന്ന ആ ഒരു നോക്കി ആ ഒരു ബേസിൻ്റെ ആ ബേസ് സർക്കിളിൻ്റെ ഔട്ടർ പോർഷനിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. ദെൻ നമ്മൾ ആ കാണുന്ന പോയിന്റിൽ യെസ് ആ ഒരു ലൈനിനെ അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ലൈൻ ഫിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഷേപ്പാണ് ഇപ്പോൾ പറഞ്ഞ കോൺ എന്ന് പറയുന്ന ആൾ. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ പറയുന്ന ആ 2 ഷേപ്പുകൾ ദാറ്റ് ഈസ് നോക്കി ഈ പറഞ്ഞിട്ടുള്ള നമ്മളെ വെർട്ടെക്സ് എന്ന് പറയുന്ന ആളെ പറ്റി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, നമ്മൾ പറഞ്ഞു ദാറ്റ് ഈസ് നോക്കി ഒരു സിംഗിൾ പോയിൻ്റ് ആണ്. എല്ലാ നോക്കിയ ലൈനുകളും നോക്കി അവിടെ ആ സർഫേസിനെ ജനറേറ്റ് ചെയ്യുന്ന എല്ലാ ലൈനുകളും മീറ്റ് ചെയ്യപ്പെടുന്ന സിംഗിൾ പോയിൻ്റ് ആണ്. അതിനെ നമ്മൾ പറയുന്നതാണ് വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് എന്നത്. യെസ്,
ആ ഒരു സർക്കുലർ ബേസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഇതാണ് നമ്മൾ പറഞ്ഞ സർക്കുലർ ബേസ്. ആ സർക്കുലർ ബേസിൻ്റെ ഓപ്പോസിറ്റ് എൻഡിൽ കാണുന്ന ഫിക്സഡ് പോയിന്റ് ആണ് നമ്മൾ ഈ പറയുന്ന നമ്മുടെ നോക്കി അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സിംഗിൾ പോയിന്റ് വേർ ഓൾ ദ നോക്കിയേ ജനറേറ്റിംഗ് ദാറ്റ് ഈസ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ജനറേറ്റിംഗ് ലൈനുകൾ, അതിന് നമ്മൾ ജനറേറ്റർ എന്നാണ് പറയുന്നുണ്ടായിരിക്കുക, അത് ഒരൊറ്റ സിംഗിൾ പോയിന്റിലേക്ക് മീറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനെ നമ്മൾ വിളിക്കുന്നു ദാറ്റ് ഈസ് വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്നു. വളരെ കൃത്യമായി തന്നെ അറിഞ്ഞു വെച്ചോളൂ, മനസ്സിലാക്കിക്കോളൂ. പിന്നീട് നമ്മൾ അടുത്ത ടേമിലേക്ക് പോകുന്നു. അവിടെ നമ്മൾ കണ്ട ആ ബേസ് എന്ന് പറയുന്ന ആളെ പറ്റിയാണ്. ആ കോണിൻ്റെ ബേസ് ആരാണ് എന്നതാണ്. നമുക്കറിയാം ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള സർക്കുലർ സർഫേസ് ആണ് നമുക്ക് അവിടെ കാണുന്നുണ്ടായിരിക്കുക. ആ ഫ്ലാറ്റ് സർക്കുലർ സർഫേസിന് ഒരു പ്രത്യേകത കൂടെ ഉണ്ട്. കോണിൽ നിങ്ങൾ നോക്കിക്കോളൂ, ആ കോണിൽ നോക്കിയേ ആകെ ഒരേ ഒരാൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു പ്ലെയിൻ സർഫേസ് മാത്രമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരിക്കുക. അതാണ് നമ്മൾ ഈ പറയുന്ന നോക്കിയേ കോണിൻ്റെ ബേസ് എന്ന് പറയുന്ന ആൾ. അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ പ്ലെയിൻ സർഫേസ് അല്ല ഉണ്ടായിരിക്കുക, ബാക്കിയെല്ലാം തന്നെ കർവ്ഡ് ആയിട്ടുള്ള സർഫേസ് ആയിരിക്കും കോണിന് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പോൾ നോക്കിയേ അവിടെ ബേസ് ഓഫ് എ കോൺ എന്ന് പറഞ്ഞാൽ സർക്കുലർ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി, സർക്കുലർ ആയിട്ടുള്ള ഷേപ്പ് ആണെന്ന് മനസ്സിലാക്കി. അതിന് പ്രത്യേകത അവിടെ ആകെ അതിന് മാത്രമാണ് ഒരു പ്ലെയിൻ ആയിട്ടുള്ള സർഫേസ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ബാക്കി എല്ലാം തന്നെ കർവ്ഡ് ആയിട്ടുള്ള സർഫേസ് ആണ് എന്ന കാര്യം കൂടെ ഇവിടെ നിന്ന് അറിഞ്ഞു പോയിക്കോളാം. ദെൻ അടുത്ത ടൈമിലേക്ക് നമ്മൾ പോകുന്നു. എന്താണ് ഒരു കോണിൻ്റെ ആക്സിസ് എന്ന് പറയുന്നതാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ അവിടെ ആ ഒരു സർക്കുലർ നോക്കിയ ബേസ് അവിടെയുണ്ട്. ആ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പെക്സിലേക്ക് ഒരു ലൈൻ അങ്ങ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നോക്കിയടാ, ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് സെൻറ്റർ മോസ്റ്റ് പോർഷൻ എന്ന് കരുതാം, ഇതാണ് നമ്മൾ അപ്പെക്സ് എന്ന് പറയുന്ന പോർഷൻ എന്ന് കരുതാം. ഇവിടെ നമ്മളൊരു ലൈൻ വരച്ച് നോക്കുന്നു. ഒരു ലൈൻ വരച്ച് പോകുന്നു. ആ ലൈനാണ് നമ്മൾ കോണിൻ്റെ ആക്സിസ് എന്ന് പറയുന്ന ആളെ വളരെ കൃത്യമായി അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കുക. അതായത് നോക്കിയേ ദ സ്ട്രെയിറ്റ് ലൈൻ ദാറ്റ് ജോയിനിങ് ദ വെർട്ടെക്സ് അപ്പെക്സ് എന്ന് പറയാം. ഈ അപ്പെക്സിനെ നമ്മുടെ ആ ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് ഒരു വെർട്ടിക്കൽ ലൈനായിട്ട് എക്സാക്ട്ലി വെർട്ടിക്കൽ ലൈനായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ലൈനിനെ ദാറ്റ് മീൻസ് അതിനെ നമുക്ക് വിളിക്കാം ആക്സിസ് ഓഫ് ദി കോണെന്ന്. വളരെ കൃത്യമായി അതും നമ്മൾ മനസ്സിലാക്കി. ദെൻ അടുത്തത് നമ്മൾ നേരത്തെ പറഞ്ഞ ആൾ തന്നെയാണ് ജനറേറ്റർ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ജനറേറ്ററിന് പ്രത്യേകം എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രെയിറ്റ് ലൈൻ വെർട്ടെക്സിൽ തുടങ്ങുന്നു. വെർട്ടെക്സിൽ തുടങ്ങാൻ കാരണം എന്താണ്? ആ വെർട്ടെക്സ് നമ്മൾ ഫിക്സഡ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ? ആ ഫിക്സഡ് പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ പോകുക ഇൻ ദ സെൻസ് നമ്മൾ എന്ത് ചെയ്യാണ് നോക്കി, ആ കാണുന്ന നമ്മുടെ ഔട്ടർ സർഫേസ് ദാറ്റ് മീൻസ് അവിടെ കാണുന്ന ആ ഒരു ബേസ് ഉണ്ടാവുമല്ലോ, ആ ബേസ് അല്ലെങ്കിൽ ആ സർക്കുലർ സർഫേസിൻ്റെ ആ സർക്കംഫറൻസ് ഔട്ടർ സർഫേസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ലൈൻ അങ്ങ് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നോക്കി നമ്മൾ പറഞ്ഞ കഥ ഇത്രേ ഉള്ളൂ. നോക്കിയാ ഈ കാണുന്നതാണ് എൻ്റെ അപ്പെക്സ്. ആ അപ്പെക്സിൽ നിന്ന് ഇതാണ് നമ്മളുടെ ആ ഒരു ബേസ് അല്ലെങ്കിൽ ആ സർക്കുലർ ആയിട്ടുള്ള പോർഷൻ. അതിൻ്റെ സർഫേസിലേക്ക് ഔട്ടർ സർഫേസിലേക്ക് അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ സർക്കംഫറൻസിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ് ഒരു ലൈൻ അങ്ങ് വരച്ച് കഴിഞ്ഞാൽ, ആ ലൈൻ അങ്ങ് വരയ്ക്കുമ്പോൾ ആ ലൈനെയാണ് നമ്മൾ പറയുക ജനറേറ്റേഴ്സ് എന്ന് പറയുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഫ്രം ദ നോക്കി എവിടെ നിന്നാണ് വെർട്ടെക്സിൽ നിന്ന് തുടങ്ങി നമ്മൾ എവിടേക്ക് കൊണ്ടുപോകുന്നു, ബേസിലുള്ള സർക്കുലർ ആയിട്ടുള്ള ആ ഒരു പോർഷനിലേക്ക് നമ്മൾ വരയ്ക്കുന്ന സ്ട്രെയിറ്റ് ലൈനെയാണ് നമ്മൾ പറയുന്നത്. വളരെ ക്ലിയർ ആയി തന്നെ അറിഞ്ഞു വെച്ചോളാം, ദാറ്റ് ഈസ് ജനറേറ്റർ എന്ന് പറയുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം മനസ്സിലാക്കി ക്ലിയർ ആക്കി വെച്ചോളാം. ദെൻ അടുത്ത ടേം നമ്മൾ പറയുന്നത് ദാറ്റ് ഈസ് ഒരു കോണിൻ്റെ നാപ്പ് എന്ന് പറയുന്ന ടേം എന്താണെന്നതാണ്. ഇത് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ഈ കോണിനെ ഒരു ഡബിൾ കോണാക്കി മാറ്റാണ്. എന്താണ് ഡബിൾ കോണിൻ്റെ പ്രത്യേകത? നിങ്ങൾ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ 2 കോണുകൾ ഉണ്ടായിരിക്കും. ആ 2 കോണുകൾക്കും ഒരേ ഒരു നോക്കി അപ്പെക്സ് ആണ് ഉണ്ടായിരിക്കുക. നോക്കിയേ ഇതാണ് ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ എ എന്ന് പറയുന്ന ഒന്നാമത്തെ കോണ്. ദെൻ രണ്ടാമതായിട്ട് ബി എന്ന കോൺ തൊട്ട് താഴെ കാണാം. ഒന്ന് നോക്കിയ കൃത്യമായി തന്നെ രണ്ടിനെയും കോമൺ ആയി വെക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റാണ് ഈ കാണുന്ന പോയിന്റ്. ആ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന കോണിൻ്റെയും ബി എന്ന് പറയുന്ന കോണിൻ്റെയും അപ്പെക്സ് അല്ലെങ്കിൽ വെർട്ടെക്സ് ആണ്. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി, ഈ കാണുന്ന ആൾ നമ്മൾ മനസ്സിലാക്കി ഇതൊരു ഡബിൾ കോൺ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
യെസ്, നോക്കി ഇവിടെ നമുക്ക് രണ്ട് രീതിയിലാണ് നാപ്പിനെ പറയുക. ഒന്ന് അപ്പർ നാപ്പ് എന്നും അതുപോലെ ലോവർ നാപ്പ് എന്നും. നോക്കി ഈ കാണുന്നതിൻ്റെ മുകളിലായിട്ട് വരുന്നതാണ് നമ്മളുടെ അപ്പർ നാപ്പ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നോക്കി അവിടെ മുകളിൽ കാണുന്ന കോണിനെ നോക്കി ഡബിൾ കോണിലുള്ള മുകളിൽ കാണുന്ന കോണിനെ വിളിക്കുന്ന പേരാണ് അപ്പർ നാപ്പ് എന്ന് പറയുന്നത്. അപ്പർ നാപ്പ് എന്ന് പറയുന്നുണ്ടായിരിക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ദെൻ അതേപോലെ തന്നെ ലോവർ പോർഷനിൽ കാണുന്ന കോണിനെ നമ്മൾ വിളിക്കും ലോവർ നാപ്പ് എന്ന്. രണ്ടും ഓർത്ത് വെച്ചോളാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് എന്താണ് നാപ്പ് എന്നുള്ള കാര്യം. അത് ഡബിൾ കോണിലാണ് നമ്മൾ ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യം കൂടെ അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കി വെക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ടൈമിലേക്ക് പോകുന്നു. അത് അപ്പെക്സ് ആംഗിൾ ആണ്. യെസ്, ആംഗിൾ എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയാം. യെസ്, രണ്ടാൾക്കാർ തമ്മിലായിരിക്കും ഉണ്ടായിരിക്കുക. ആ രണ്ടാൾക്കാരെ ആരൊക്കെ എന്നുള്ളത് മാത്രം നമുക്ക് ഇവിടെ നിന്ന് അറിഞ്ഞാൽ മതി. അപ്പെക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചോളാം. ദാറ്റ് മീൻസ് നോക്കിയേ ഈ കാണുന്ന നമ്മുടെ നോക്കിയേ ആംഗിൾ ഫോംഡ് ബൈ ദ വെർട്ടെക്സ് അല്ലെങ്കിൽ അപ്പെക്സ് എന്ന് പറയുന്ന ആളും യെസ്, അവിടെ നമുക്ക് നോക്കി അപ്പെക്സിൽ നിന്ന് നോക്കി അപ്പെക്സ് എന്നാണ് ഫോം ചെയ്യുന്നത്. അവിടെ അപ്പെക്സിൽ ഫോം ചെയ്തു പോകുന്ന രണ്ട് ജനറേറ്റർ നിങ്ങൾ എടുത്തോളൂ. ആ രണ്ട് ജനറേറ്ററുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന നോക്കി ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. വളരെ ക്ലിയർ ആയിട്ട് ഓർത്തുള്ള ദ ആംഗിൾ ഫോംഡ് അറ്റ് ദ വെർട്ടെക്സിലാണ് ഉണ്ടാകുന്ന കാര്യം ഓർത്തിരിക്കാം. യെസ്, ബിറ്റ്വീൻ ദ ടു ജനറേറ്റർ ഓഫ് ദ കോൺ. നോക്കിയേ രണ്ട് ജനറേറ്ററുകൾക്കിടയിൽ ഉണ്ടാകുന്ന ആംഗിളിനെ വിളിക്കുന്ന പേരാണ് അപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത്. അതായത് അപ്പെക്സ് ആംഗിൾ എന്ന് വരുന്ന രണ്ട് ജനറേറ്ററുകൾ നിങ്ങൾ നോക്കി നമുക്ക് ഈ ഒരു ഫിഗറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഇവിടെ നിങ്ങൾക്ക് ഒരു കൃത്യമായി നിങ്ങളുടെ നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ജനറേറ്റർ കാണാം. ദെൻ അടുത്ത ജനറേറ്റർ ഞാൻ ഇവിടെ വരച്ചിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ മേക്ക് ചെയ്യുന്ന ഈ ആംഗിളാണ് നമ്മൾ പറഞ്ഞ അപ്പെക്സ് ആംഗിൾ എന്ന് പറയുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചോളാം. അങ്ങനെയാണെങ്കിൽ അപ്പെക്സ് ആംഗിൾ മനസ്സിലാക്കി എന്താണെന്നുള്ള കാര്യം, ദാറ്റ് ഈസ് രണ്ട് ജനറേറ്ററുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളാണെന്നുള്ള കാര്യം മനസ്സിലാക്കിയെങ്കിൽ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് നോക്കിയേ എന്താണ് ഒരു കോണിൻ്റെ സെമി ആംഗിൾ എന്നുള്ളതാണ്. ഒരു ടേം നമ്മൾ വിട്ടുകളയരുത്. എല്ലാം PSCയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ സെമി ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യെസ്, നമ്മളിപ്പോൾ കണ്ടിട്ടുള്ള ആ ആംഗിളിൻ്റെ പകുതി നിങ്ങളൊന്ന് ആലോചിക്കുക. അല്ലെങ്കിൽ നോക്കിയേ ഇവിടെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആംഗിൾ നമുക്ക് രണ്ട് രീതിയിൽ കാണിക്കാം. യെസ്, നോക്കിയേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഈ ആംഗിൾ നോക്കി ഒന്ന് ജനറേറ്ററും ദെൻ അടുത്തത് വരുന്നത് നോക്കി ഇവിടെ നമ്മൾ ഇൻ ബിറ്റ്വീൻ നമുക്കൊരു ആക്സിസ് കാണാമല്ലോ. അതായത് ആ ഒരു ബേസിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോർഷനിൽ നിന്ന് നമ്മൾ നേരെ അപ്പെക്സിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതാണ് ആക്സിസ്. ഈ ആക്സിസും നോക്കിയേ ജനറേറ്ററുകളും തമ്മിൽ മേക്ക് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ജനറേറ്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ഒരു ആംഗിൾ അവിടെ കാണാം. ഈ ആംഗിളാണ് നമ്മൾ പറഞ്ഞത്. നോക്കിയേ ഈ കാണുന്നതാണ് ആ ആംഗിൾ എന്ന് പറയുന്നത്. ആ ആംഗിളിൻ്റെ പേരാണ് നോക്കിയേ സെമി ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ സെമി എന്ന് പറയുമ്പോൾ പകുതി എന്നുള്ള രീതിയിൽ തന്നെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതായത് അപ്പെക്സ് ആംഗിളിൻ്റെ പകുതി ആയിരിക്കും സെമി ആംഗിൾ എന്നുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് ദ ആംഗിൾ ദാറ്റ് ബിറ്റ്വീൻ ദ ആക്സിസ് ഓഫ് ദി കോൺ ആൻഡ് വൺ ജനറേറ്റർ. നോക്കിയേ ജനറേറ്ററും ആക്സിസും തമ്മിൽ മേക്ക് ചെയ്യപ്പെടുന്ന ആംഗിളിനെ പറഞ്ഞ പേരാണ് സെമി ആംഗിൾ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി തന്നെ അറിഞ്ഞു വെച്ചോളൂ, മനസ്സിലാക്കി വെച്ചോളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് കോണ്, ഒരു കോൺ എങ്ങനെ നമുക്ക് ഫോം ചെയ്തെടുക്കാൻ പറ്റും, ആ കോണിൽ നിന്നുണ്ടാക്കുന്ന ഷേപ്പുകൾ എന്തൊക്കെയാണ്, കോണി സെക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്, അതിലെ കോൺ എന്ന് പറയുന്ന ആളുടെ എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്, അല്ലെങ്കിൽ അതിലെ ടേംസുകൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ നോക്കിയ കൃത്യമായി പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ദിവസം നമുക്ക് നോക്കേണ്ടത് നോക്കിയേ ഇതേപോലെ തന്നെ ഓരോരോ കോണി സെക്ഷൻസും, അതായത് നമ്മൾ പറഞ്ഞിരുന്നു പരാബോള, സർക്കിള്, ഹൈപ്പർബോള, എലിപ്സ് എന്ന് പറയുന്ന 4 തരത്തിലുള്ള സെക്ഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ഈ 4 സെക്ഷൻസും നമ്മൾ എങ്ങനെയാണ് ഈ കാണുന്ന കോണിൽ നിന്ന് നിർമ്മിച്ചെടുത്തത് എന്നുള്ള കാര്യമാണ് നമുക്കിനി അടുത്തതായിട്ടും അറിയേണ്ടത്. അപ്പോൾ അത് ഓരോരോ സീരീസിലായിട്ടാണ് നമ്മളെ നോക്കി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കുക. അപ്പോൾ അതിനായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലേക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ നോക്കി ഇതുപോലെ തന്നെ നമുക്കിനി കൂടുതലായിട്ടുള്ള സബ്ജക്റ്റുകളൊക്കെ നമുക്ക് ഇതുപോലെ അടിപൊളിയായിട്ട് തന്നെ പഠിച്ച് പോകണം, ക്ലിയർ ചെയ്ത് പോകണം. അപ്പോൾ വരുന്ന എക്സാമുകൾക്ക് നോക്കി എഞ്ചിനീയറിംഗ് ഡ്രോയിങ് എന്നല്ല എല്ലാ സബ്ജക്റ്റൊന്നും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ എന്ന ഒരേ ഒരു നോക്കി പ്രതീക്ഷയോടെ നമുക്ക് നിർത്താം. അപ്പോൾ അടുത്ത ദിവസം നോക്കി ഇതിൻ്റെ ബാക്കി വരുന്ന കണ്ടിന്യൂസ് ആയിട്ടുള്ള ക്ലാസ്സുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു.